എവിടുന്നാ വരുന്നേ? എറണാകുളം, തൃപ്പൂണിത്തറ. നിങ്ങളുടെ സ്വന്തം സ്ഥലം അവിടെ തന്നെയാണോ? കണ്ണൂർ തലശ്ശേരിയാണ്. തലശ്ശേരിയാണ് അല്ലേ? വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ എത്തിയത് അല്ലേ? ഞങ്ങളുടെ അമ്മമാരാണ് ഈ ഇരിക്കുന്നത്. ഇനി ചിലർ വരാത്തവരൊക്കെ ഉണ്ട്, അറിയാം. ഇങ്ങോട്ട് ഇരുത്താൻ പറ്റാത്ത ചില അമ്മമാരൊക്കെ ഉണ്ട്, അസുഖമുള്ളവരൊക്കെ കാണും. അപ്പം നിങ്ങൾ എറണാകുളത്തു നിന്നല്ലേ വരുന്നേ? എറണാകുളത്തു നിന്ന് വരുന്നത് അമ്മമാരെ കാണാനായിട്ട് വന്ന. ഇന്നെന്താണ് നിങ്ങളുടെ വിശേഷം, ദുഃഖം? അച്ഛൻ്റെ ഓർമ്മ ദിവസമാണ്. ജിത്ത് ബേക്കറി അല്ലേ? എവിടെയാ അത്? തൃപ്പൂണിത്തറ. ഇതാരൊക്കെയാ? മക്കളൊക്കെയാണോ? എന്താ പേര്? അത് രണ്ടുപേരും മക്കളാണ്. ഇത് നിങ്ങളുടെ വൈഫും മക്കളും ഒക്കെയാണ് അല്ലേ? അപ്പം എന്തായാലും ഞങ്ങളുടെ അമ്മമാരെ കാണാൻ വന്നതിൽ സന്തോഷം. അമ്മമാരെ കണ്ടല്ലോ. അപ്പം നിങ്ങൾ അച്ഛൻ്റെ ഓർമ്മ ദിവസം ആയതുകൊണ്ട് ആ വിളക്ക് തിരി ഒന്ന് തെളിച്ചിട്ട് അമ്മമാരോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഫോട്ടോസോ വീഡിയോസോ എല്ലാം വേണമെങ്കിൽ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാം. വിളക്കെത്തിച്ചേട്ടെ. ജിത്ത് ബേക്കറി ഉടമയായിരുന്ന കെ ശശീന്ദ്രൻ്റെ 9ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അനിതയും മക്കളുമൊക്കെ മാതൃജ്യോതിയിൽ അമ്മമാരെ കാണാനെത്തിയത്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. കാരണം അവർ വെളുപ്പിന് 5 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി 3-4 മണിക്കൂർ കൂടുതൽ യാത്ര ചെയ്ത് മാതൃജ്യോതിയിലെത്തി അമ്മമാരെ കാണുകയും അവരോടൊപ്പം ഇന്ന് അവരുടെ അച്ഛൻ്റെ ഓർമ്മ ദിവസം അമ്മമാരോടൊപ്പം പങ്കുവെക്കുകയും അമ്മമാർക്ക് അന്നദാനം നടത്തുകയും ചെയ്യാൻ അവർ കാണിച്ച മനസ്സിന് ഞാൻ മാതൃജ്യോതിയുടെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയും ദൂരം അതൊരു വലിയ കടമ്പയാണ്. ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് നാഷണൽ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അത്രയും ദൂരം വരിക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. ആ പ്രയാസങ്ങളൊക്കെ സഹിച്ച് മാതൃജ്യോതി കൂട്ടുകുടുംബത്തിൻ്റെ അമ്മമാരെ കാണാൻ എത്തിയതിൽ മാതൃജ്യോതി കൂട്ടുകുടുംബത്തിൻ്റെയും ഞങ്ങളുടെ അമ്മമാരുടെ എല്ലാവരുടെയും നന്ദി അനിത ചേച്ചിക്കും കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും അറിയിക്കുകയാണ്. കൂടാതെ ശശിചേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തിക്കായി മാതൃജ്യോതി കൂട്ടുകുടുംബത്തിൻ്റെ പ്രാർത്ഥനയും. പറഞ്ഞില്ലേ? ഞങ്ങൾ വെളുപ്പിന് 5 മണിക്ക് ഇറങ്ങില്ല. ഞാൻ അമ്പലത്തിൽ കയറി തൊഴുത്, ചോറ്റാനിക്കര കയറി തൊഴുത്, പിന്നെ അമ്പലപ്പുഴ കയറി തൊഴുത്. എറണാകുളത്ത് 5 മണിയായിട്ട് അവിടെ 5 മണി ഗുരുവായൂർ 1ാം ക്ലാസ്സിലാണ്. പൊതുവെ കൊച്ചുകുട്ടികളെ കാണുമ്പോൾ അമ്മമാർക്ക് വലിയ സന്തോഷമാണ്. കാരണം അവരുടെ കൊച്ചുമക്കളെയും അല്ലെങ്കിൽ അവർ കുഞ്ഞുങ്ങളെ വളർത്തിയതൊക്കെ ഒരു ഓർമ്മ അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അപ്പോൾ അവർ